ഹലോ മക്കളെ, നമ്മളുടെ ഇക്വിലിബ്രിയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പി എച്ച്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്, ഇതൊക്കെ വെച്ചിട്ട് ആസിഡിൻ്റെയും ബേസിൻ്റെയും ഒക്കെ പി എച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും പി എച്ച് എങ്ങനെ കണ്ടുപിടിക്കും. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീക്ക് ആസിഡിൻ്റെ, വീക്ക് ബേസിൻ്റെ, മിക്സ്ചർ ഓഫ് ആസിഡിൻ്റെ, മിക്സ്ചർ ഓഫ് ബേസസിൻ്റെ, ഒരു ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്താൽ അതിൻ്റെ പി എച്ച്, ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റിൽ പി എച്ച് ഓഫ് വീക്ക് ആസിഡ്. ഒരു വീക്ക് ആസിഡിൻ്റെ പി എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വീക്ക് ആസിഡ് ആയാലും വീക്ക് ബേസ് ആയാലും സ്ട്രോങ് ആസിഡ് ആയാലും സ്ട്രോങ് ബേസ് ആയാലും പി എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് വേണം. ആ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ലോഗ് വെച്ചിട്ട് പി എച്ച് കണ്ടുപിടിക്കാം. അപ്പം വീക്ക് ആസിഡിൻ്റെ പി എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയേ. വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും കേസിൽ നമ്മൾ ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ ഉപയോഗിച്ചിട്ടാണ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസും കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് പി എച്ച് ഓഫ് വീക്ക് ആസിഡ്. ഒരു വീക്ക് ആസിഡിന് എക്സാമ്പിൾ എപ്പോഴും നമ്മൾ എഴുതുന്നതാണ് അസറ്റിക് ആസിഡ്, CH3COOH ആണ്. വീക്ക് ആസിഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇത് CH3COO മൈനസും എച്ച് പ്ലസും ആയിട്ട് മാറുന്നു. നമുക്കറിയാം ഇനിഷ്യലി അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 0 ആണ്. ആ സമയത്ത് അസറ്റേറ്റ് അയോണും എച്ച് പ്ലസ് അയോണും 0 കോൺസെൻട്രേഷനിലാണ്. ഇക്വിലിബ്രിയത്തിയപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ C കോൺസെൻട്രേഷനിൽ നിന്നും ആൽഫ പോയി, എക്സ് പോയി, ആൽഫ അല്ല എക്സ് പോയി. എക്സ് എന്ന് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത് x/C ആണ്. എക്സ് പോയി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ C ആൽഫയാണ്. ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C - C ആൽഫയാണ്. സ്റ്റോഷിയോമെട്രി അനുസരിച്ച് ഒരു അസറ്റിക് ആസിഡ് റിയാക്ട് ചെയ്താൽ ഒരു അസറ്റേറ്റ് അയോണും ഒരു എച്ച് പ്ലസ് അയോണുമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ C - C ആൽഫയാണ് ഇനിഷ്യൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് എങ്കിൽ അസറ്റേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ C ആൽഫയാണ്, എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനും C ആൽഫ തന്നെയാണ്. നമുക്ക് വീക്ക് ആസിഡിൻ്റെ കേസിൽ ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ വെച്ച് മാത്രമേ കോൺസെൻട്രേഷൻ പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എത്രയാ? എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫയാണ്. ദെർഫോർ പി എച്ച് എന്ന് പറയുന്നത് പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? C ആൽഫയാണ്. നമ്മൾ ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോയിൽ ആൽഫയ്ക്ക് ഒരു വാല്യൂ പഠിക്കുകയുണ്ടായി അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു KA/C ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KA/C ആണ്. ഇത് ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോയിൽ നമ്മൾ പറഞ്ഞതാണ്. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് റൂട്ട് KA/C ആണ്. ഇവിടെ ആൽഫയ്ക്ക് പകരം റൂട്ട് KA/C കൊടുക്കുക. ദെർഫോർ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് KA ഡിവൈഡഡ് ബൈ C. ഈ CA അങ്ങ് റൂട്ടിനകത്തേക്ക് കൊണ്ടുപോവാ. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് റൂട്ട് ഓഫ് C. റൂട്ടിനകത്ത് പോകുമ്പോഴത്തേനും അതെന്തായിട്ട് മാറും? C സ്ക്വയർ എന്ന് വരും. C സ്ക്വയർ KA ഡിവൈഡഡ് ബൈ C എന്ന് വരത്തില്ലേ? ഈ സിയും ഈ സിയും ക്യാൻസൽ ആയാൽ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് KA ഇൻറ്റു C എന്നാവും അല്ലേ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് KA ഇൻറ്റു C ആണ്. അങ്ങനെയാണെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് KA ഇൻറ്റു C ദ ഹോൾ റൈസ് ടു 1/2 എന്ന് വരത്തില്ലേ? KA ഇൻറ്റു C ദ ഹോൾ റൈസ് ടു 1/2 ആണ്. ലോഗ് A⁻x എന്ന് പറയുന്ന ഫോമുലയാണ്. അങ്ങനെയാണെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു -1/2 log KAC എന്ന് വരും.
പി എച്ച് ഇസ് ഈക്വൽ ടു -1/2 ലോഗ് KAC. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് KAയുടെ വാല്യൂവും കോൺസെൻട്രേഷനും തന്നു കഴിഞ്ഞാൽ pH ഓഫ് വീക്ക് ആസിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി -1/2 ലോഗ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA ഇൻറ്റു കോൺസെൻട്രേഷൻ. ഈ ഇക്വേഷൻ വെച്ച് pH കണ്ടുപിടിക്കാം. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വീക്ക് ആസിഡിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് -1/2 ലോഗ് KAC. -1/2 ലോഗ് KAC. ഇതങ്ങ് തറവാക്കി വെച്ചോണം. നമ്മൾ ഇവിടുത്തെ എവിടെ നിന്നാണ് തുടങ്ങിയേ? വീക്ക് ആസിഡാണ്, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്ത് CH3COO- H+ ആയിട്ട് മാറുന്നു. ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ C-C-ആൽഫയാണ്. അസറ്റേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ C-ആൽഫ, ഇവിടുത്തെ കോൺസെൻട്രേഷനും C-ആൽഫയാണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ C-ആൽഫ എന്ന് കിട്ടി. H+ൻ്റെ കോൺസെൻട്രേഷൻ C-ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ pH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ദാറ്റ് ഈസ് മൈനസ് ലോഗ് H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? C-ആൽഫയാണ്. മൈനസ് ലോഗ് C ഇൻറ്റു ആൽഫ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓസ്വാൾഡ് ഡൈല്യൂഷൻ അനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ എന്തായിരുന്നു? √KA/C ആണ്. ആൽഫയ്ക്ക് വാല്യൂ കൊടുത്തു, √KA/C. ഇവിടെ C ഉണ്ട്, ഇവിടെയും C ഉണ്ട്. ആ CA അങ്ങ് റൂട്ടിനകത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തായിട്ട് മാറും? C² ഇൻറ്റു KA ഡിവൈഡഡ് ബൈ C എന്ന് വരും. C ക്യാൻസൽ ആവും. ആസ് എ റിസൾട്ട് pH ഈസ് ഈക്വൽ ടു -log √KAC എന്ന് വരും. റൂട്ട് മാറ്റി ഞാൻ അതിൻ്റെ പവർ 1/2 ആക്കി കൊടുത്തു. pH ഈസ് ഈക്വൽ ടു -log KAC⁻1/2. pH ഈസ് ഈക്വൽ ടു -1/2 ലോഗ് KAC. ഈ ഇക്വേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം ആണ് അടുത്തത് വരുന്നത്. ഫൈൻഡ് pH ആൽഫ, കോൺസെൻട്രേഷൻ ഓഫ് H+, കോൺസെൻട്രേഷൻ ഓഫ് OH- for CH3COOH. KA equal to 36 into 10⁻⁻⁷ and 0.1 molar concentration. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാ? pH is equal to, pH കണ്ടുപിടിക്കണം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ വേണം, കോൺസെൻട്രേഷൻ ഓഫ് H+ വേണം, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് OH- വേണം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? KAയുടെ വാല്യൂ തന്നിട്ടുണ്ട്. KA is equal to 36 into 10⁻⁻�7. 0.1 മോളാർ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ C തന്നിട്ടുണ്ട്, 0.1 മോളാർ ആണ്. ആദ്യം pH കണ്ടുപിടിക്കാം. CH3COOH എന്ന് പറയുന്നത് വീക്ക് ആസിഡ് അല്ലേ? വീക്ക് ആസിഡിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇപ്പോൾ നമ്മൾ എഴുതിയതേ ഉള്ളൂ, -1/2 ലോഗ് KA ഇൻറ്റു C അല്ലേ? -1/2 ലോഗ് KA ഇൻറ്റു C ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. pH ഈസ് ഈക്വൽ ടു -1/2 ലോഗ് KA ഇൻറ്റു C ആണ്. അങ്ങനെയാണെങ്കിൽ pH ഈസ് ഈക്വൽ ടു -1/2 ലോഗ് KA. KAയുടെ വാല്യൂ എത്രയാ? 36 ഇൻറ്റു 10⁻⁻�7 ഇൻറ്റു C. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. 36 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ 0.1നെ 10⁻⁻1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ലോഗ് 36 10⁻⁻7 10⁻⁻7 ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഈസ് ഇൻറ്റു 10⁻⁻8 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ലോഗ് 36 മൈനസ് 8 ലോഗ് 10 എന്ന് വരും. 8 ലോഗ് 10ൻ്റെ വാല്യൂ 8 തന്നെയാണ്. ലോഗ് 36 എന്ന് പറയുമ്പോൾ ലോഗ് 6⁻6 ആണ്, അല്ലെങ്കിൽ ലോഗ് 2⁸8 ആണോ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഗുണം 2 4, 4 ഗുണം 4 16, 16 ഗുണം 2 32 ആവും അല്ലേ? അങ്ങനെ 2⁸8 എന്ന് എഴുതാൻ പറ്റത്തില്ല, 36 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ലോഗ് 36നെ 9 4 36 അല്ലേ? ലോഗ് 9 ഇൻറ്റു 4 എന്ന് എഴുതാം. 9 ഇൻറ്റു 4 -8 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ -1/2 ലോഗ് 9. ലോഗ് 9 എന്ന് പറയുമ്പോൾ ലോഗ് 3യുടെ സ്ക്വയർ പ്ലസ് ലോഗ് 2ൻ്റെ സ്ക്വയർ -8 എന്ന് എഴുതിക്കൂടെ?
ലോഗ് എ ബി ആണ്, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് എ ലോഗ് 9 ആണ്. ലോഗ് 9നെ ഞാൻ 3യുടെ സ്ക്വയർ എന്ന് എഴുതി. അതേപോലെ ലോഗ് 4നെ ലോഗ് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണേ. അങ്ങനെയാണെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു -1/2 ലോഗ് 3യുടെ സ്ക്വയർ 2 ലോഗ് 3 പ്ലസ് ലോഗ് 2ൻ്റെ സ്ക്വയർ 2 ലോഗ് 2 -8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ലോഗ് 3യുടെ വാല്യൂ 0.4771 ആണ്. 2 ഇൻറ്റു 0.4771 പ്ലസ് 0.3010 ആണ് ലോഗ് 2ൻ്റെ വാല്യൂ. 0.3010 ഇൻറ്റു 2 0.206 0.6020 -8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4771 ഇൻറ്റു 2 2 7 2 14 7 2 14 15 4 2 8 9 -1/2 0.9542 പ്ലസ് 0.6020 -8 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 2 4 2 6 5 6 9 15 1 1.5562 എന്ന് വരും. ദാറ്റ് ഈസ് -1/2 ഇൻറ്റു 1.5562 -8. അപ്പോൾ 8.000 മൈനസ് 1.5562. 10 2 പോയ 8, 9 6 പോയ 3, 9 5 പോയ 4, 9 5 പോയ 4, 7 1 പോയ 6. ദാറ്റ് ഈസ് 6.4438 എന്ന് വരും. മൈനസ് ആണേ. ആ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 6.4438 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2219 എന്ന് വരും. 3.2219 ആണ്. പി എച്ച് ഇസ് ഈക്വൽ ടു ദ ഇക്വേഷൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. പി എച്ച് ഇസ് ഈക്വൽ ടു -1/2 ലോഗ് 36 ഇൻറ്റു ലോഗ് കെ എ സി. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും അങ്ങ് ഡിറൈവ് ഇങ്ങനെ അങ്ങ് ചെയ്ത് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു. പി എച്ച് ഇസ് ഈക്വൽ ടു ലോഗ് മൈനസ് ലോഗ് റൂട്ട് ഓഫ് കെ എ സി എന്ന് മതിയായിരുന്നു. റൂട്ട് ഓഫ് കെ എ സി അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് ലോഗ് അതായിരുന്നു എളുപ്പം. നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ടാണ്. കെ എയുടെ വാല്യൂ 36 ആണ്. 36 ഇൻറ്റു 10⁻36 ഇൻറ്റു 10⁻⁻8 എന്ന് വരും. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് മൈനസ് ലോഗ് റൂട്ട് 36 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 -8ൻ്റെ ഇതെന്ന് പറയുമ്പോൾ 4 വരും. 6 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 6a മൈനസ് 4 ലോഗ് 10. ലോഗ് 6ൻ്റെ വാല്യൂ എത്രയാ? ലോഗ് 6ൻ്റെ വാല്യൂ ലോഗ് 2 0.3010, ലോഗ് 3 0.4771, ലോഗ് 4 0.6020, ലോഗ് 5 0.6991, 0.77 സംതിങ് വരും. എന്തായാലും മൈനസ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന പി എച്ചിൻ്റെ വാല്യൂ 3.2219 ആണ്. അപ്പോൾ പി എച്ച് കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടേ? പി എച്ച് കണ്ടുപിടിക്കണം, ആൽഫ കണ്ടുപിടിക്കണം അല്ലേ? ആൽഫ കണ്ടുപിടിക്കണ്ടേ? ആൽഫ കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ ഇക്വേഷൻ എന്തുവായിരുന്നു? റൂട്ട് ഓഫ് കെ എ ബൈ സി ആണ് അല്ലേ? റൂട്ട് ഓഫ് കെ എ ബൈ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എയുടെ വാല്യൂ എത്രയാ? 36 ഇൻറ്റു 10⁻⁻7. 36 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 0.1 ആണ്. ദാറ്റ് ഈസ് 10⁻⁻1 ദ ഹോൾ റേസ് ടു 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻1 മുകളിൽ പോകുമ്പോൾ 10⁻+1 ആവും. 10⁻+1ഉം 10⁻⁻7 കൂടെ ആകുമ്പോൾ 10⁻⁻6 ആണ്. അപ്പോൾ 36 ഇൻറ്റു 10⁻⁻6 ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. 36 റേസ് ടു 1/2 6 ആണ്. 6 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻3 ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് കെ എ ഡിവൈഡഡ് ബൈ സി ആണ്. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പി എച്ച് കണ്ടു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയല്ലേ?
സി ആൽഫ അല്ലേ? അപ്പോൾ സി നമുക്കറിയാം, ആൽഫ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈസ് ഈക്വൽ ടു സി 6.10⁻³ ഇൻറ്റു ആൽഫ, സോറി സി 10⁻⁻1 ആണ്, 0.1 ആണ്, ദാറ്റ് ഈസ് 10⁻⁻1 ആണ്. ആൽഫ 6 × 10⁻³ ആണ്. ആസ് എ റിസൾട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 6 × 10⁻⁻4 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 6 × 10⁻⁻4 ആണ്. പി എച്ച് കിട്ടി അല്ലേ? പി എച്ച് കിട്ടി. പി എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണെന്നാണ് പറഞ്ഞത്? പി എച്ച് ഇസ് ഈക്വൽ ടു 3.229 എന്നാണ് കിട്ടിയത്. പി എച്ച് ഇസ് ഈക്വൽ ടു 3.229 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 6 × 10⁻⁻4 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കണ്ടുപിടിക്കണം. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ്. അല്ലെങ്കിൽ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. ഇത് എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്, നമ്മൾ ആ മെത്തേഡിൽ പോകണ്ടായിരുന്നു, ഡയറക്റ്റ് അങ്ങ് ചെയ്തു പോയാൽ മതിയായിരുന്നു. അപ്പം പി കെ ഡബ്ല്യു എന്ന് പറയുന്നത് പി എച്ച് പ്ലസ് പി ഒ എച്ച് ആണ്. അല്ലെങ്കിൽ കെ ഡബ്ല്യു എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ്. കെ ഡബ്ല്യു എന്ന് പറയുന്നത് 10⁻⁻14 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 6 × 10⁻⁻4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അല്ലേ? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഈസ് ഈക്വൽ ടു 10⁻⁻14 ഡിവൈഡഡ് ബൈ 6 × 10⁻⁻4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 10⁻⁻4 അപ്പുറത്ത് പോകുമ്പോൾ 10⁻+4 ആവും. ആസ് എ റിസൾട്ട് 10⁻⁻10 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. 1/6 എത്രയാ? 1/6 എന്ന് പറയുമ്പോൾ 0.140, 6×8 = 0.18 ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു 0.18 ഇൻറ്റു 10⁻⁻10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8 ഇൻറ്റു 10⁻⁻9 എന്ന് വരും. 1.8 ഇൻറ്റു 10⁻⁻9 ആണ്. ഇതാണ് ഒ എച്ചിൻ്റെ കോൺസെൻട്രേഷൻ. ക്ലിയർ ആയല്ലോ? ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിച്ചു, H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് എത്രയിലെ ക്വസ്റ്റ്യൻ? പി എച്ച് കണ്ടുപിടിക്കണം, ആൽഫ കണ്ടുപിടിക്കണം, H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A monobasic weak acid has molarity 0.005 and pH of 5. What is the percentage of ionization in this solution? ഈ സൊല്യൂഷൻ്റെ പെർസെൻറ്റേജ് അയണൈസേഷൻ എത്രയാണ്? എന്താ തന്നേക്കുന്നത്? മോണോബേസിക് വീക്ക് ആസിഡ്. അതായത് മോണോബേസിക് വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും അയണൈസ് ചെയ്ത് പോകുന്നത് ഒരു H+ ഉള്ളൂ. അതാണ് മോണോബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ CH3CO -H+, ഇത് തന്നെയാണ് എന്തിന് എക്സാമ്പിൾ? മോണോബേസിക് ആസിഡിന് എക്സാമ്പിൾ. ഇതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.005 ആണ്. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. pH ഓഫ് 5, അതായത് ഇതിൻ്റെ pH 5 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടേ? പെർസെൻറ്റേജ് ഓഫ് അയണൈസേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ആൽഫ ഈക്വൽ ടു നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഈക്വൽ ടു സി ആൽഫയാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ സി ആണ്. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നിട്ടില്ല, പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാം. ഇതാ നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നിട്ടില്ലെങ്കിലും pHൻ്റെ വാല്യൂ തന്നിട്ടില്ലേ? pH is equal to minus log concentration of H+ അല്ലേ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ഇങ്ങനെ ശ്രദ്ധിക്കുക, P⁻A എന്ന് പറയുന്നത് അല്ലെങ്കിൽ pH എന്ന് പറയുന്നത് A ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് 10⁻⁻A ആയിരിക്കും. പഠിച്ചു വെച്ചോണേ ഇത്. pHൻ്റെ വാല്യൂ A ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻A ആണ്. POH A ആണെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻OH ആയിരിക്കും, -A ആയിരിക്കും. ഇതാ നോക്കിയേ, pHൻ്റെ വാല്യൂ 5 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും എന്നാ പറഞ്ഞേ?
എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? pH 5 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് 10⁻⁻5 ആയിരിക്കും. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? 10⁻⁻5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിച്ചൂടെ? ആൽഫ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻5 ഡിവൈഡഡ് ബൈ നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ C ഈസ് ഈക്വൽ ടു 0.005 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 10⁻³ എന്ന് എഴുതിക്കൂടെ ഇതിനെ? 5 × 10⁻³ അപ്പോൾ 10⁻⁻5 ഡിവൈഡഡ് ബൈ 5 × 10⁻³ ആണ്. 10⁻³ മുകളിൽ പോകുമ്പോൾ അത് 10⁻+3 ആകും. അങ്ങനെയാണെങ്കിൽ -3യും -5ഉം +3യും കൂടെ ആകുമ്പോൾ -2 ആകും. 1/5 എത്രയാ? 0.2 ആണ്. അപ്പോൾ 0.2 × 10⁻² എന്നല്ലേ വരുന്നേ? 0.2 × 10⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002 എന്ന് വരും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ 0.002 എന്ന് വരും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് അയണൈസേഷൻ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ അല്ല, അതിൻ്റെ പെർസെൻറ്റേജ് പറയണം. നമുക്ക് ഡിഗ്രി ഓഫ് അയണൈസേഷൻ 0.002 എന്ന് കിട്ടി. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0.002 × 100. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 100. 10 ആണെങ്കിൽ ഇങ്ങോട്ട് വരും, 100 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 അല്ലേ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.2 ആണ്. പെർസെൻറ്റേജ് അയണൈസേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻ പെർസെൻറ്റേജ് അതെത്രയാണ്? 0.2 ആണ്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ? അപ്പോൾ വീക്ക് ആസിഡിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും pH ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് pH ഓഫ് എ വീക്ക് ബേസ്. വീക്ക് ആസിഡും വീക്ക് ബേസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോയുടെ ബേസിസിലാണ്. ഇപ്പം pH ഓഫ് വീക്ക് ബേസിൻ്റെ pH കണ്ടുപിടിക്കാൻ പോവാണ്. ഇതാ നോക്കിയേ, ഒരു വീക്ക് ബേസിന് എക്സാമ്പിളാണ് NH4OH. ഈ NH4OH വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടറിൽ ഇടുന്ന സമയത്ത് NH4+ഉം OH- ആയിട്ട് മാറുന്നു. NH4+ഉം OH- ആയിട്ട് മാറുന്നു. ഇവിടെ ആദ്യം കോൺസെൻട്രേഷൻ C ആണ്. ഇവിടെ 0 ആണ്. ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ് പോയി. എക്സ് എന്ന് പറയുമ്പോൾ C ആൽഫ പോയി. ആസ് എ റിസൾട്ട് NH4 C ആൽഫ ഉണ്ടായി, OH- C ആൽഫയാണ്. നമുക്കറിയാം ഇവിടെ OH- കോൺസെൻട്രേഷനാണ് തന്നിരിക്കുന്നത്. അതെത്രയാ? C ആൽഫയാണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് OH- ഇസ് ഈക്വൽ ടു C ആൽഫ. ആൽഫയുടെ വാല്യൂ നമുക്കറിയാം √KB/C ആണ്. √KB/C ആണ്. ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോയിൽ പഠിച്ചതാണ്. ആസ് എ റിസൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് OH- ഇസ് ഈക്വൽ ടു C × √KB/C എന്ന് വരും. Therefore OH- ഇസ് ഈക്വൽ ടു ഈ CAയും കൂടെ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോയാൽ C² × KB/C ആണ്. C ക്യാൻസലായി. കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറയുന്നത് C × KB എന്ന് വന്നു. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് OH- കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? POH കണ്ടുപിടിക്കാം. POH ഇസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് OH- അല്ലേ? pH ഇസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. Therefore that is equal to -log OH- കോൺസെൻട്രേഷൻ എത്രയാ? √C × KB. റൂട്ട് മാറ്റുക, -log KB × C the whole raised to 1/2 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു log A⁻x എന്ന് പറയുന്ന ഫോമുലയിലാണ്. അങ്ങനെയാണെങ്കിൽ -1/2 log KB × C ആണ്. POHൻ്റെ വാല്യൂ -1/2 log KB × C. നമുക്ക് POH ആണ് കിട്ടിയേക്കുന്നത്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? pH ആണ്. നമുക്കറിയാം pKW ഈസ് ഈക്വൽ ടു pH + POH ആണ്.
അങ്ങനെയാണെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു മൈനസ് പി ഒ എച്ച് അല്ലേ. നമുക്കിവിടെ പി ഒ എച്ച് കിട്ടി, പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്കറിയാം 14 ആണ്. സോ പി എച്ച് ഇസ് ഈക്വൽ ടു 14 മൈനസ് പി ഒ എച്ച് ആണ്. 14 മൈനസ് പി ഒ എച്ച് ആണ്. ഓർത്ത് വെച്ചോണേ, 14 മൈനസ് പി ഒ എച്ച് ആണ്. അപ്പോൾ പി ഒ എച്ച് കണ്ടുപിടിക്കുന്നത് -1/2 log കെ ബി ഇൻറ്റു സി ആണ്. നമുക്ക് പി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഒ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ പി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി 14 മൈനസ് പി ഒ എച്ച് ആണ്. ക്ലിയർ ആയല്ലോ? പി എച്ച് ഓഫ് വീക്ക് ബേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് പി എച്ച് ഓഫ് 0.1 molar NH4OH having Kb 14 into 10⁻⁻⁷. ഓക്കെ, ഫൈൻ പി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. NH4OH ഒരു ബേസ് ആണ്. ആ ബേസിൻ്റെ കോൺസെൻട്രേഷൻ സി തന്നിട്ടുണ്ട്. സി ഈസ് ഈക്വൽ ടു 0.1 molar ആണ്. കെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 49 into 10⁻⁻⁷ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി എച്ച് കണ്ടുപിടിക്കണം. ബേസ് ആയതുകൊണ്ട് നമുക്ക് പി ഒ എച്ച് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ പി ഒ എച്ച് ഇസ് ഈക്വൽ ടു -1/2 log കെ ബി ഇൻറ്റു സി എന്നല്ലേ. -1/2 log കെ ബി ഇൻറ്റു സി ആണ് പി ഒ എച്ചിൻ്റെ വാല്യൂ. ദെർഫോർ പി ഒ എച്ച് ഇസ് ഈക്വൽ ടു -1/2 log കെ ബി. കെ ബി എന്ന് പറയുമ്പോൾ 49 into 10⁻⁻⁷ ഇൻറ്റു സി എന്ന് പറയുന്നത് 0.1 ആണ്. നമുക്കിതിനെ ഒരു കാര്യം ചെയ്യാം. മുമ്പേ ചെയ്ത കണക്ക് മൈനസ് ഓഫ് ലോഗ് 49 into 10⁻⁻⁷ ഇൻറ്റു 10⁻⁻1ൻ്റെ റൂട്ടെന്ന് എഴുതിക്കൂടെ ഇതിനെ. അപ്പോൾ മൈനസ് ലോഗ് 49 into 10⁻⁻⁷ ഇൻറ്റു 10⁻⁻1, അതായത് 49 into 10⁻⁸ എന്ന് വരും. 49ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 7 എന്ന് വരും. അപ്പോൾ ലോഗ് 7 ഇൻറ്റു 10⁻⁸ റൂട്ട് എന്ന് പറയുമ്പോൾ 10⁻⁻4 ആണ്. ലോഗ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ഫോമിലേക്ക് കിടക്കുന്നു. ആസ് എ റിസൾട്ട് നമുക്ക് എഴുതാം മൈനസ് ഓഫ് ലോഗ് 7 പ്ലസ് ലോഗ് ബി -4 log 10 അല്ലേ. -4 log 10. log 10ൻ്റെ വാല്യൂ 1 ആണ്. പി ഒ എച്ച് ഇസ് ഈക്വൽ ടു ഇത്രയാണ് കിട്ടുന്നത്. ദെർഫോർ പി ഒ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 7ൻ്റെ വാല്യൂ 0.805 ആണ്. -4 എന്ന് വരും. മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. -0.805 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 8 സംതിങ്. അപ്പോൾ 3.2 സംതിങ് എന്ന് വരും അല്ലേ. പി ഒ എച്ചിൻ്റെ വാല്യൂ എത്ര വരും? 3.2 ആണ്. ഒരു ഏകദേശ വാല്യൂ ആണ്. 4ൽ നിന്ന് 0.8 പോയി കഴിഞ്ഞാൽ പിന്നെ 3.2 അല്ലേ ഉള്ളൂ. പി ഒ എച്ച് കിട്ടി. നമുക്കറിയാം പി എച്ച് പ്ലസ് പി ഒ എച്ച് ആണ് പി കെ ഡബ്ല്യു അല്ലേ. പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാ? 14 ആണ്. അങ്ങനെയാണെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു 14 മൈനസ് 3.2 ആണ്. 14 മൈനസ് 3.2 എന്ന് പറയുമ്പോൾ 10.8 എന്ന് വരും. പി എച്ച് വാല്യൂ എത്ര വരും? 10.8 ആണ്. ഇങ്ങനെയാണ് പി എച്ച് കണ്ടുപിടിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സി ആൽഫ അതൊന്ന് ചെയ്ത് കാണിക്കാം. എന്താ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതല്ലേ, അതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുക. എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ദാ കെ ബിയുടെ വാല്യൂ 49 into 10⁻⁻7 ആണ്. 49 into 10⁻⁻7 ആണ്. കോൺസെൻട്രേഷൻ സി തന്നിട്ടുണ്ട്. 0.1 molar എന്ന്, 0.1 molar എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വീക്ക് ബേസ് അല്ലേ NH4OH ഡിസോസിയേറ്റ് ചെയ്ത് NH4 പ്ലസും OH മൈനസും ആയിട്ട് മാറും. ഇവിടുത്തെ കോൺസെൻട്രേഷൻ സി മൈനസ് സി ആൽഫയാണ്. ഇവിടുത്തെ കോൺസെൻട്രേഷൻ സി ആൽഫയാണ്. ആൽഫ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബി ബൈ സി ആണ് അല്ലേ. റൂട്ട് ഓഫ് കെ ബി ബൈ സി ആണ്.
അപ്പോൾ KB വാല്യൂ 49 × 10⁻⁻7 ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് 0.1 ആണ്, 10⁻⁻1 ആണ്. റൂട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻1 മുകളിൽ പോകുമ്പോൾ 10⁻+1 ആകും. ആസ് എ റിസൾട്ട് √49 × 10⁻⁻6 എന്ന് വരും. 49ൻ്റെ റൂട്ട് 7 ആണ്, 7 × 10⁻³ ആണ് ആൽഫയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് OHൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഈസ് ഈക്വൽ ടു C ആൽഫയാണ്. ആൽഫയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയേ. C എത്രയാ? 0.1. അപ്പോൾ 0.1 × 7 × 10⁻³ ആണ്. ഈ 0.1നെ 10⁻⁻1 എന്ന് എഴുതാം. 7 × 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 10⁻⁻4 എന്ന് വരത്തില്ലേ? 7 × 10⁻⁻4 ആണ്. OHൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് പെട്ടെന്ന് തന്നെ എന്ത് കണ്ടുപിടിക്കാം? POH കണ്ടുപിടിക്കാം. POH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 7 × 10⁻⁻4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 7 മൈനസ് 4 ലോഗ് 10. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. ഇപ്പം ചെയ്ത കണക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. അത്രയൊന്നും പോകണമെന്ന് നിർബന്ധമില്ല. ഞാൻ നോക്കിയേ, ഇതുപോലെ നമുക്ക് POHൻ്റെ വാല്യൂ കിട്ടും 3.2 എന്ന്. അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? pH കണ്ടുപിടിക്കാം. ഇനി അതല്ല നമുക്ക് ഇവിടെ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി അല്ലേ? OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആ. KWൻ്റെ വാല്യൂ നമുക്കറിയാം 10⁻⁻14 10⁻⁻14 ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് 10⁻⁻14 ഡിവൈഡഡ് ബൈ OHൻ്റെ കോൺസെൻട്രേഷൻ. OHൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 7 × 10⁻⁻4 എന്ന് വരും അല്ലേ? ഇത് -14 ആണ്, 10⁻⁻4 എന്ന് വരും. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് 1/7 × 10⁻⁻4 ഡിവൈഡഡ് ബൈ 14 ഡിവൈഡഡ് ബൈ 10⁻⁻4 അപ്പോൾ 10⁻⁻10 എന്ന് വരും. ഇങ്ങനെ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? pH കണ്ടുപിടിക്കാം. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തയാണ് pH ഓഫ് മിക്സ്ചർ ഓഫ് സ്ട്രോങ് ആസിഡ്. രണ്ട് ആസിഡുകൾ തരിക, രണ്ട് സ്ട്രോങ് ആസിഡുകൾ തരിക. ഉദാഹരണത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കൂടെ മിക്സ് ചെയ്യുകയാണ്. ആ മിക്സ്ചറിൻ്റെ pH നമുക്ക് കണ്ടുപിടിക്കണം. ശരിക്കും ഇത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ മിക്സ്ചർ ഓഫ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്, അതായത് മൊളാരിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു ആസിഡ് എടുക്കുകയാണ്. ആ ആസിഡിൻ്റെ മൊളാരിറ്റി M1 ആണ്, കോൺസെൻട്രേഷൻ M1 ആണ്. ആ ആസിഡിന് ഒരു വോളിയം ഉണ്ട്, V1 ആണ്. രണ്ടാമത്തെ ആസിഡ് എടുക്കുകയാണ്. ആ ആസിഡിനും ഉണ്ട് ഒരു മൊളാരിറ്റി, അതിനെ M2 എന്നെടുക്കുന്നു. ആ ആസിഡിൻ്റെ വോളിയത്തെ വിളിക്കുന്നു V2 എന്ന്. ഇവർ തമ്മിൽ മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ മിക്സ്ചർ കിട്ടി. ഈ മിക്സ്ചറിൻ്റെ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. M1V1 പ്ലസ് M2V2 പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു M3V3. അങ്ങനെയാണെങ്കിൽ M3V3 ഇസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 പ്ലസ് V3 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ശരിക്കും ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ സൊല്യൂഷൻ്റെ ഭാഗത്ത് നമ്മൾ പറയുന്നതാണ്. ഇനി രണ്ട് സ്ട്രോങ് ആസിഡുകളുടെ മിക്സ്ചറാണ് തരുന്നതെങ്കിൽ നമുക്ക് ആ മിക്സ്ചറിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടണം. H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് pH മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ചെയ്യാം. മിക്സ്ചർ ഓഫ് ആസിഡ് ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ്. മില്ലിഗ്രാമിലായിരിക്കും തരുന്നത്. മില്ലിഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ്. സം ഓഫ് milligram equivalent of acid divided by total volume ആണ്. ടോട്ടൽ വോളിയമാണ്. അതായത് ഓരോ ആസിഡിൻ്റെയും മില്ലിഗ്രാം ഇക്വലൻ്റ് എടുക്കുക, അത് ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും. ഒരു ഉദാഹരണത്തിന്
ഒരു ഉദാഹരണം അത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, എങ്ങനെയാണ് ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത്? ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന കോൺസെൻട്രേഷനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വാലൻസി ഫാക്ടർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രാം ഇക്വലൻ്റ് കിട്ടും. ഓരോ ആസിഡിൻ്റെയും ഗ്രാം ഇക്വലൻ്റ് കാണുക, ആ 2 ആസിഡുകളുടെ ഗ്രാം ഇക്വലൻ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് മിക്സ്ചർ ഓഫ് ആസിഡിൻ്റെ, സ്ട്രോങ് ആസിഡിൻ്റെ 2 മിക്സ്ചറാണ്, മിക്സ്ചർ ഓഫ് ആസിഡിൻ്റെ H+ കോൺസെൻട്രേഷൻ കിട്ടും. H+ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ pH കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എടുത്താൽ മതി. അപ്പോൾ നോക്കിയേ, ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന കോൺസെൻട്രേഷനെ അതിൻ്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ വാലൻസി ഫാക്ടർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വാലൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അയോണൈസബിൾ പാർട്ട്. ഉദാഹരണത്തിന് ആസിഡിൻ്റെ കേസിൽ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കേസിൽ ഒരു H+ ഉണ്ട്, ദാറ്റ് ഈസ് ഇറ്റ്സ് വാലൻസി ഫാക്ടർ. H2SO4ൻ്റെ കേസിൽ വാലൻസി ഫാക്ടർ 2 ആണ്, കാരണം 2 അയോണൈസബിൾ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. ആ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? pH കണ്ടുപിടിക്കാം. ഒരു ഉദാഹരണം പ്രോബ്ലം ചെയ്യാം, അന്നേരം മനസ്സിലാവും. ഇഫ് 100 ml ഓഫ് 1 molar HCl is mixed with 500 ml of 2 molar HCl, then concentration of H3O+ is, അതായത് 100 ml 1 molar HCl-ഉം 500 ml 2 molar HCl-ഉം കൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ 2 ആസിഡുകൾ തമ്മിൽ മിക്സ് ചെയ്തു, നമുക്ക് മിക്സ്ചർ കിട്ടി. ആ റിസൾട്ടിങ് മിക്സ്ചറിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി, 2 ആസിഡുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴുള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സമ്മ്, ദാറ്റ് ഈസ് സിഗ്മ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓർ മില്ലിഗ്രാം ഇക്വലൻ്റ്, ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ഇനി ഒരു കാര്യം ചെയ്യാം, ഓരോ സം ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ്, 2 മൊളാരിറ്റി ഉള്ള 2 കോൺസെൻട്രേഷനുള്ള ആസിഡുകളാണ് തന്നിരിക്കുന്നത്. അവരുടെ 2 പേരുടെയും ഗ്രാം ഇക്വലൻ്റ് പ്രത്യേകം കണ്ടുപിടിക്കുക. അതിനുശേഷം അത് ആഡ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം 1 molar HCl 100 ml അല്ലേ? അപ്പോൾ ഗ്രാം ഇക്വലൻ്റ് ഓഫ് ഫസ്റ്റ് ആസിഡ്, ഫസ്റ്റ് കണ്ടെയ്നർ. ഗ്രാം ഇക്വലൻ്റ് ഓഫ് ഫസ്റ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാ? കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം ഇൻറ്റു വാലൻസി ഫാക്ടർ. കോൺസെൻട്രേഷൻ എത്രയാ? 1 molar ആണ്. അപ്പോൾ 1 ഇൻറ്റു വോളിയം 100 ml 100 ഇൻറ്റു വാലൻസി ഫാക്ടർ HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. H+ഉം Cl- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസി ഫാക്ടർ 1 ആണ്. സോ ഇതിൻ്റെ ഗ്രാം ഇക്വലൻ്റ് എന്ന് പറയുന്നത് 100 ആണ്. അടുത്തത് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സെക്കൻഡ് ആസിഡ്, 2ാമത്തെ ആസിഡിൻ്റെ ഗ്രാം ഇക്വലൻ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ എത്ര മോളാറാണ്? 2 molar ആണ്. 2 ഇൻറ്റു വോളിയം 500 ഇൻറ്റു, അതും ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്, അതുകൊണ്ട് വാലൻസി ഫാക്ടർ 1 ആണ്. അപ്പോൾ 5 × 2 10, 1000 എന്ന് കിട്ടിയില്ലേ? ഗ്രാം ഇക്വലൻ്റ് 1000 എന്ന് കിട്ടി. നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സം ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് ആസിഡ്, ആസിഡുകളുടെ ഗ്രാം ഇക്വലൻറ്റുകൾ ആഡ് ചെയ്യുക. ആദ്യത്തെ ഗ്രാം ഇക്വലൻ്റ് 100 ആണ്, 100 പ്ലസ് രണ്ടാമത്തതിൻ്റെ ഗ്രാം ഇക്വലൻ്റ് 1000 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ ആദ്യം 100 ml, രണ്ടാമത് 500 ml. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ എത്രയാ? 600 എന്ന് വരും. 500 പ്ലസ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 1100 ഡിവൈഡഡ് ബൈ 600. 600 ക്യാൻസലായി, 11 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. കോൺസെൻട്രേഷൻ ഓഫ് H+. 11 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 1 6, 6 5 11, 6 8 48, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8 എന്ന് വരണ്ടേ? H+ൻ്റെ കോൺസെൻട്രേഷൻ 1.8 എന്ന് വരണം. ദാ ഫസ്റ്റ് ഓപ്ഷൻ 0.1 ആണ്, സെക്കൻഡ് ഓപ്ഷൻ 1.8 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയാണ്? 1.8 ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 1.8 molar ആണ്. ഇനി നമ്മുടെ H+ൻ്റെ കോൺസെൻട്രേഷന് പകരം pH കണ്ടുപിടിക്കാൻ പറയുക. pH കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ?
pH is equal to minus log concentration of H plus അല്ലേ, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H plus. H plusൻ്റെ കോൺസെൻട്രേഷൻ H plus ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 1.8 ആണ്. ഈ 1.8നെ ലോഗ് 18 ഇൻറ്റു 10 എന്ന് കൊടുത്തൂടെ, 18 ഇൻറ്റു 10⁻⁻1 എന്ന് കൊടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് ലോഗ് 18 മൈനസ് ലോഗ് 10, ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 18നെ ലോഗ് 9 ഇൻറ്റു 2 മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് ലോഗ് 9, ലോഗ് 9നെ ലോഗ് 3യുടെ സ്ക്വയർ പ്ലസ് ലോഗ് 2 മൈനസ് 1 എന്ന് എഴുതാം. നമുക്ക് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയാണേ. ലോഗ് 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ലോഗ് 3 ആണ്. 2 ലോഗ് 3യുടെ വാല്യൂ 0.4771 ആണ്. ലോഗ് 2ൻ്റെ വാല്യൂ 0.3010 ആണ്. മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വെച്ചങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ, ബ്രാക്കറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, മൈനസ് പി എച്ച് ആണേ, പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 0.4771 ഇൻറ്റു 2, 4771 ഇൻറ്റു 2, 2 7 2 14 15 4 2 8 0.8542 ആണ്. 0.8542 പ്ലസ് 0.8542 പ്ലസ് 0.3010 1.1552 എന്ന് വരും അല്ലേ. മൈനസ് 1. എത്രയാണ് കിട്ടിയേ? 2 2 7 2 14 7 2 14 1 15 4 2 8 1 9 0.9542 അല്ലേ, 0.9542 ആണ്. അപ്പോൾ 9 3 12 1.2552 എന്ന് വരും. 1.2 മൈനസ് ഓഫ്, മൈനസ് അല്ല ഇവിടെ പ്ലസ് ആണ്, 1.2552 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 0.5552. മൈനസ് വരുമ്പോഴത്തേനും ഒരിക്കലും മൈനസ് പി എച്ച് മൈനസ് വരത്തില്ല. അപ്പോൾ ആ വാല്യൂവിലുണ്ടായ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ്. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 11/6 എന്ന് വന്നു, ദാറ്റ് ഈസ് 1.8 ആണ്. ഒരിക്കലും പി എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് വരത്തില്ല. കാരണം നമുക്കറിയാം പി എച്ച് സ്കെയില് 0 മുതൽ 14 വരെ പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈക്വൽ വോളിയം ഓഫ് 3 സ്ട്രോങ് ആസിഡ് സൊല്യൂഷൻ ഓഫ് പി എച്ച് 3, 4 and 5 are mixed in vessel. What will be concentration of H plus ion in mixture? അതായത് 3 കണ്ടെയ്നറിൽ ഈക്വൽ വോളിയമുള്ള ആസിഡ് എടുക്കുക. ഒന്നാമത്തെ ആസിഡിൻ്റെ വോളിയം V1 ആണ്, രണ്ടാമത്തെ ആസിഡിൻ്റെ വോളിയം V2 ആണ്. സോറി, V1 തന്നെയാണ്, V തന്നെയാണ്. V1 V ആണ്, V2 V ആണ്. അടുത്ത മൂന്നാമത്തെ ആസിഡിൻ്റെ വോളിയം V3യും V തന്നെയാണ്. ഈ ഓരോ സൊല്യൂഷൻ്റെയും പി എച്ച് തന്നിട്ടുണ്ട്. പി എച്ച് ഇസ് ഈക്വൽ ടു 3, പി എച്ച് ഇസ് ഈക്വൽ ടു 4, പി എച്ച് ഇസ് ഈക്വൽ ടു 5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മിക്സ്ചറിൻ്റെ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ആണ്. 2, 3, 4 സൊല്യൂഷനുകളെ തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ ഗ്രാം ഇക്വലൻറ്റ് അല്ലേ, ടോട്ടൽ gram equivalent, total gram equivalent divided by total volume. Total gram equivalent divided by total volume ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുക, അത് സം ചെയ്യുക, അതിൻ്റെ വോളിയം തമ്മിലുള്ള വോളിയത്തിൻ്റെ സം എടുക്കുക. ആദ്യം ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് ഗ്രാം ഇക്വലൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മൊളാരിറ്റി കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം ഇൻറ്റു എന്താ വാലൻസി ഫാക്ടർ. 3 ആസിഡാണ്, അതിൻ്റെ എല്ലാം വാലൻസി ഫാക്ടർ 1 ആണെന്ന് വിചാരിക്കുക. ഇതാ നോക്കിയേ, ആദ്യത്തെ കേസിൽ പി എച്ച് തന്നിട്ടുണ്ട് 3 എന്ന്. നമുക്ക് പി എച്ച് പോരല്ലോ, എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ വേണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എങ്ങനെയാ? നമ്മൾ പറഞ്ഞു പി എച്ച് ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ അല്ലേ? കുറച്ച് മുമ്പേ പറഞ്ഞതല്ലേ ഉള്ളൂ. പി എച്ച് 3 ആണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻³ ആണ്.
അടുത്ത pH4 ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻⁴ ആണ്. അടുത്തത് H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻5 ആണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ 10⁻³ 10⁻³ ഇൻറ്റു വോളിയം V തന്നെയാണ് അല്ലേ, വോളിയം V ആണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, വാലൻസി ഫാക്ടർ 1 ആണ്. പ്ലസ് രണ്ടാമത്തേൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻⁴ ഇൻറ്റു വോളിയം ഇൻറ്റു 1 പ്ലസ് 10⁻⁻5 ഇൻറ്റു വോളിയം ഇൻറ്റു 1. ഇതല്ലേ സം എന്ന് പറയുന്നത്, ഫസ്റ്റ് അല്ല സം എന്ന് പറയുന്നത്, സിഗ്മ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ആദ്യത്തെ വോളിയം V ആണ്, രണ്ടാമത്തെ വോളിയം V ആണ്, മൂന്നാമത്തെ വോളിയം V ആണ്. അങ്ങനെയാണെങ്കിൽ V എന്ന് കൊടുത്തൂടെ. മുകളിൽ എല്ലായിടവും കോമൺ ആയിട്ട് V ഉണ്ടല്ലോ. ഈ Vയെ ഇങ്ങ് പുറത്തെടുത്താൽ 10⁻³ പ്ലസ് 10⁻⁴ പ്ലസ് 10⁻⁻5 എന്ന് വരത്തില്ലേ. 10⁻³ പ്ലസ് 10⁻⁴ പ്ലസ് 10⁻⁻5 ഡിവൈഡഡ് ബൈ V പ്ലസ് V. എത്ര V വന്നു? 3V വന്നു. V ക്യാൻസൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 10⁻³ പ്ലസ് 10⁻⁴ പ്ലസ് 10⁻⁻5. 10⁻³ എന്ന് പറയുമ്പോൾ 0.001 പ്ലസ് 0.0001 പ്ലസ് 0.00001 അല്ലേ, ഇതല്ലേ 10⁻⁻5 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതിൽ നിന്നെല്ലാം കോമൺ ആയിട്ട് 10⁻³ ഇങ്ങ് പുറത്തെടുക്കുക. എന്നിട്ട് 10⁻³ ഇങ്ങ് പുറത്തെടുത്താൽ 1 വരും, 0.1 വരും, 0.01 വരും അല്ലേ. അങ്ങനെ ചെയ്താലും മതി, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, 0.001, 0.0001, 0.00001 ഇങ്ങനെ വരും. 11100 ഇങ്ങനെയല്ലേ ശരിക്കും വരുന്നത്. അപ്പോൾ 0.001 എന്ന് വരും അല്ലേ, 0.0011, അതായത് 0.001 എന്ന് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് 0.001, 0.001 ഡിവൈഡഡ് ബൈ 3 ആണ്. ദാറ്റ് ഈസ് 0.001നെ 10⁻³ എന്ന് എഴുതാമല്ലോ. 10⁻³ ഡിവൈഡഡ് ബൈ 3 ആണ്. 10⁻³ ഡിവൈഡഡ് ബൈ 3 എത്രയാ? 1/3 ആണ്. 10 ഡിവൈഡഡ് ബൈ 3 ആകുമ്പോൾ 0.39, 10 9 പോയ 1, 0.33 ഇൻറ്റു 10⁻³ എന്ന് വരും. ദാറ്റ് ഈസ് 3.3 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? 3.3 ഇൻറ്റു 10⁻⁻4 ആണ്. ക്ലിയർ ആയോ? ഇച്ചിരി ചെയ്യാൻ ഇത്തിരി ഒരു പാടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മിക്സ്ചർ ഓഫ് ആസിഡ് ആണെങ്കിൽ ഓരോന്നിൻ്റെയും ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുക. ഓരോന്നിൻ്റെയും ഗ്രാം ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന മൊളാരിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൊളാരിറ്റി നമുക്ക് കോൺസെൻട്രേഷൻ അല്ല തന്നിരിക്കുന്നത്, pH ആണ് തന്നിരിക്കുന്നത്. pH തന്നിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 10⁻⁻ ദാറ്റ് വാല്യൂ ആണ് pHൻ്റെ വാല്യൂ. അടുത്ത 10⁻⁴, അടുത്തത് 10⁻⁵ ആണ്. ഇവിടെ നിന്ന് കോമൺ ആയിട്ട് ഒരു 10⁻³ ഇവിടെ വെച്ച് നോക്കിയേ, 10⁻³ ഇങ്ങ് പുറത്തെടുത്തു. V ഇവിടെ ഉണ്ടേ, ഇൻറ്റു ഇവിടെ 10⁻³ ഇങ്ങ് പുറത്ത് വന്നാൽ 1 ഉള്ളൂ. ഇവിടെ 10⁻³ പുറത്ത് വന്നപ്പോൾ 10⁻1 ആയി, ദാറ്റ് ഈസ് 0.1 ആയി. പ്ലസ് ഇവിടെ 10⁻² ആയി, ദാറ്റ് ഈസ് 0.01 ആയി. 0.1 പ്ലസ് 0.01 ദാറ്റ് ഈസ് 0.11 എന്ന് വരും. 1 പ്ലസ് 0.1 1.11 ആണ്. 1.11 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് 1.11 ഇൻറ്റു 10⁻³ 1.11 ഇൻറ്റു 10⁻³ ഇതിനെ നമുക്ക് 1 എടുത്തൂടെ. 1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 3 ആണ്. സോ നമുക്ക് കിട്ടി 3.3 ഇൻറ്റു 10⁻⁻4. ഇങ്ങനെയാണ് ഈക്വൽ വോളിയം ഒരു മിക്സ്ചറിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, pH ഓഫ് മിക്സ്ചർ ഓഫ് സ്ട്രോങ് ബേസസ്. 2 ബേസുകൾ തമ്മിൽ മിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ pH എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യുക, കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറയുന്നത് സം ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് bases divided by total volume. OH- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക.
OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ KW എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ കിട്ടാൻ വേണ്ടി KWനെ OH മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇഫ് 500 ml ഓഫ് 0.1 molar NaOH and 500 ml of 0.1 molar KOH are mixed with each other. Calculate OH minus concentration, POH, pH, H+. Okay. നമുക്ക് ഒരു കാര്യം ചെയ്യാം. 500 ml 0.1 molar HCl, 500 ml 0.1 molar HCl. ഇതിൻ്റെ ഗ്രാം ഇക്വലൻ്റ് എങ്ങനെയാണ് HCl അല്ല NaOH ആണ്. NaOH ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന വോളിയം ഇൻറ്റു മൊളാരിറ്റി 0.1 ഇൻറ്റു വാലൻസ് ഫാക്ടർ. വാലൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ NaOH ആകുമ്പോൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ 500 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എന്ന് വന്നു? 50 എന്ന് വന്നു. അതാണ് അതിൻ്റെ ഗ്രാം ഇക്വലൻ്റ്. അടുത്ത 500 ml 0.1 മോളാർ KOH. അപ്പോഴും വോളിയം എത്രയാ? 500 ഇൻറ്റു മൊളാരിറ്റി 0.1 ഇൻറ്റു ബാലൻസ് ഫാക്ടർ ഒന്നാണ്. KOHനും 1 തന്നെയാണ്. സോ ഇവിടെയും ഗ്രാം ഇക്വലൻ്റ് എത്രയെന്ന് വന്നു? 50 എന്ന് വന്നു. ഓക്കെ. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ വോളിയം അല്ലേ? ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ 500 ആണ്, സെക്കൻഡ് കേസിലും 500 ആണ്. ടോട്ടൽ വോളിയം എത്രയാണ്? 1000 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഗ്രാം ഇക്വലൻറ്റ്. ആദ്യത്തെ ഗ്രാം ഇക്വലൻറ്റ് 50, രണ്ടാമത്തെ ഗ്രാം ഇക്വലൻറ്റ് 50. 50 + 50 എത്രയാ? 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം 1000. 0 0 ക്യാൻസലായി. 1/10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എത്ര വന്നു? 0.1 എന്ന് വന്നു. ഓക്കെ. ദെൻ നമുക്കറിയാം KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. KW എന്ന് പറയുന്നത് 10⁻⁻14 ആണ്. 10⁻⁻14 ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. OH മൈനസിൻ്റെ അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാ? കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഈക്വൽ ടു 10⁻⁻14 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 0.1 ആണ്. ദാറ്റ് ഈസ് 10⁻⁻1 അല്ലേ? 0.1 എന്ന് പറയുമ്പോൾ 10⁻⁻1 ആണ്. 10⁻⁻1 മുകളിൽ പോകുമ്പോഴത്തേനും അത് +1 ആകും. ആസ് എ റിസൾട്ട് 10⁻⁻13 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പാർട്ട് കിട്ടിയോ? ഇല്ല. H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻13 കിട്ടി. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻1 എന്ന് കിട്ടി. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷനായി, OH മൈനസിൻ്റെയും കോൺസെൻട്രേഷനായി. ഓക്കെ. ഇനി എന്താ കാണണ്ടേ? pH കണ്ടുപിടിക്കണം, POH കണ്ടുപിടിക്കണം. pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, ദാറ്റ് ഈസ് 10⁻⁻13. log A raised to x, x log A, minus 13 into minus plus 13. 13 log 10 എത്ര? 13 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ POH എത്രയാ? POH is equal to H plus OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻1 അല്ലേ? മൈനസ് ലോഗ് 10⁻⁻1 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. 1 log 10 1 ആണ്. അങ്ങനെയല്ലേ PHും POHും കൂടെ കൂട്ടുമ്പോൾ 14 കിട്ടുന്നത്? PH plus POH 14 കിട്ടുന്നത് അങ്ങനെയല്ലേ? PH 13 ആണ്, POH 1 ആണ്. അപ്പം OH മൈനസ് കോൺസെൻട്രേഷൻ കണ്ടു, POH കണ്ടു, H+ കോൺസെൻട്രേഷൻ കണ്ടു, PH കണ്ടു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ മിക്സ്. രണ്ട് ആസിഡുകൾ തമ്മിലോ രണ്ട് ബേസുകൾ തമ്മിലോ മിക്സ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് സ്ട്രോങ് ആസിഡുകൾ തമ്മിലോ രണ്ട് സ്ട്രോങ് ബേസുകൾ തമ്മിലോ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മിക്സ്ചറിൻ്റെ PH കണ്ടുപിടിക്കാൻ, PH കണ്ടുപിടിക്കാനേ ചോദിക്കും. POH കണ്ടുപിടിക്കാനായിട്ട് സാധാരണ ചോദിക്കാറില്ല. PH കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ ആസിഡിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബേസിൻ്റെയും ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുക. അത് തമ്മിൽ ആഡ് ചെയ്യുക. അതിനെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും. അടുത്ത pH ഓഫ് മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് ബേസസ്. ഒരു ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്താൽ
എങ്ങനെയാണ് അതിൻ്റെ പി എച്ച് കണ്ടുപിടിക്കുന്നത്. അതായത് അപ്പം ഒരു ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്യുക. ഉദാഹരണത്തിന് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ബേസിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണെന്ന് വിചാരിക്കുക. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ബേസിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണെന്ന് വിചാരിക്കുക. റിസൾട്ടിങ് സൊല്യൂഷനിൽ ആസിഡ് അല്ലേ കൂടുതലായിട്ട് നിൽക്കുന്നത്. ആസിഡ് കൂടുതലായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ H+ൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കില്ലേ? ക്ലിയർ ആയോ? ഒരു ആസിഡും ഒരു ബേസും ഈക്വൽ എമൗണ്ട് ഈക്വൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ന്യൂട്രലായി പോകും. ഈക്വൽ വോളിയം ഈക്വൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ന്യൂട്രലായി പോകും, രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ. ഇനി ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടി നിൽക്കുന്നത്, ഒരു സൊല്യൂഷനിൽ ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടി നിൽക്കുന്നത് ആ നേച്ചർ ആയിരിക്കത്തില്ലേ നമ്മുടെ സൊല്യൂഷന്. ഉദാഹരണത്തിന് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ബേസിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കും, OH- കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു നിൽക്കും. അതുപോലെ തിരിച്ച് ബേസാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, ബേസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതലെങ്കിൽ നമ്മുടെ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ ക്യാരക്ടർ ബേസിക് ക്യാരക്ടർ ആയിരിക്കത്തില്ലേ? ബേസിക് ക്യാരക്ടർ ആണെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ടുള്ളത് OH- അയോൺ ആയിരിക്കത്തില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ OH- കോൺസെൻട്രേഷൻ ആയിരിക്കും. H+ൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ OH- കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ്. ഉദാഹരണത്തിന് H+ൻ്റെ കോൺസെൻട്രേഷനാണ് കൂടി നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആസിഡിൻ്റെ ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുക. ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് മൈനസ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ബേസ് ആണ്. ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് മൈനസ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ടോട്ടൽ വോളിയം ആയിരിക്കും. ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ, രണ്ട് ആസിഡോ രണ്ട് ബേസോ ആണെങ്കിൽ ആ ആസിഡിൻ്റെയും ബേസിൻ്റെയും, അല്ലെങ്കിൽ രണ്ട് ആസിഡുകൾ തമ്മിലോ രണ്ട് ബേസുകൾ തമ്മിലോ ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഗ്രാം ഇക്വലൻ്റ് കണ്ടുപിടിക്കുക, ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരാളൊരു ആസിഡും ഒരാളൊരു ബേസും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ തന്നിരിക്കുന്ന സൊല്യൂഷന് അസിഡിക് നേച്ചറാണോ ബേസിക് നേച്ചറാണോ. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലല്ലെങ്കിൽ മിക്സ്ചറിൻ്റെ നേച്ചർ അസിഡിക് നേച്ചർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് H+ൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഇനി ബേസിൻ്റെ ആഡ് ചെയ്ത് ബേസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്നത് OH- കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡിൽ നിന്നും ഗ്രാം ഇക്വലൻ്റ് ഓഫ് ബേസ് മൈനസ് ചെയ്ത് ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി തിരിച്ചാണെങ്കിലോ OH- കോൺസെൻട്രേഷൻ ആണെങ്കിലോ OH- ആണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിലോ OH- കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഗ്രാം ഇക്വലൻ്റ് ഓഫ് ബേസ് മൈനസ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ pH ഓഫ് മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് കണ്ടുപിടിക്കുന്നത്. ഒരു ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആസിഡ് മൈനസ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ക്ലിയർ ആയോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ pH ഓഫ് റിസൾട്ടിംഗ് സൊല്യൂഷൻ when equal volume of 0.1 molar NaOH and 0.01 molar HCl are mixed. അതായത് ഇവിടെ NaOH എന്ന് പറയുന്നത് ബേസ് ആണ്, HCl ആസിഡ് ആണ്. ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ pH കണ്ടുപിടിക്കാം. pH കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ വേണം. നമ്മൾ പറഞ്ഞു ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കാം കിട്ടുന്നത്, കാരണം അവിടെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കാം. OH- കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ അവിടെ ബേസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കാം കൂടുതൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ H+ ആണോ നമുക്ക് കിട്ടുന്നത് OH- ആണോ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് സൊല്യൂഷനുകളുടെയും വോളിയം ഈക്വൽ ആണ്, ഈക്വി വോളിയമാണ്. ഈക്വി വോളിയമാണ്, പക്ഷേ കോൺസെൻട്രേഷന് വ്യത്യാസമുണ്ട്, മൊളാരിറ്റിക്ക് വ്യത്യാസമുണ്ട് അല്ലേ. ഈക്വി വോളിയമാണ്, പക്ഷെ കോൺസെൻട്രേഷന് വ്യത്യാസമുണ്ട്. വോളിയം സെയിമാണ്, NaOHൻ്റെയും HClൻ്റെയും വോളിയം സെയിമാണ്. ഇനി H+ൻ്റെ കോൺസെൻട്രേഷൻ ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത്
OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത്? എങ്ങനെ അറിയും? രണ്ടുപേരുടെയും വോളിയം സെയിമാണ്. അപ്പം നോക്കുക, രണ്ടുപേരുടെയും കോൺസെൻട്രേഷനിലോട്ട് നോക്കുക. ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടി നിൽക്കുന്നത് ആ അയോൺ കൂടുതലായിട്ട് അവിടെ ഉണ്ടാകും. ഇതാ നോക്കിയേ, രണ്ടുപേരുടെയും വോളിയം സെയിം ആണ്. NaOHൻ്റെ കോൺസെൻട്രേഷൻ മൊളാരിറ്റി 0.1 മോളാറും HClൻ്റെ മൊളാരിറ്റി 0.01 മോളാറുമാണ്. ഇതാ നോക്കിയേ, NaOHൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് NaOH 0.1 മോളാറും കോൺസെൻട്രേഷൻ ഓഫ് HCl 0.01 മോളാറുമാണ്. ഇനി പറ, ഈ റിസൾട്ടിംഗ് സൊല്യൂഷൻ അസിഡിക് ക്യാരക്ടർ ആയിരിക്കുമോ ബേസിക് ക്യാരക്ടർ ആയിരിക്കുമോ? കോൺസെൻട്രേഷൻ ആർക്കാ കൂടി നിൽക്കുന്നത്? ബേസിനാണ്. സോ ഈ സൊല്യൂഷൻ ബേസിക് ക്യാരക്ടർ ആണ്. ആസ് എ റിസൾട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അല്ലേ കിട്ടുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഈസ് ഈക്വൽ ടു gram equivalent of base minus gram equivalent of acid. gram equivalent of ആദ്യം gram equivalent of base കണ്ടുപിടിക്കാം. gram equivalent of NaOH കണ്ടുപിടിക്കാം. gram equivalent of NaOH എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോൺസെൻട്രേഷൻ 0.1 ഇൻറ്റു വോളിയം V ഇൻറ്റു ബേസ്, അതായത് വാലൻസി ഫാക്ടർ NaOH ആയതുകൊണ്ട് 1 ആണ്. സോ 0.1 V ആണ്. ഓക്കെ, ദെൻ ഗ്രാം ഇക്വലൻ്റ് ഓഫ് HCl എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗ്രാം ഇക്വലൻ്റ് ഓഫ് HCl ഈസ് ഈക്വൽ ടു 0.01 ഇൻറ്റു വോളിയം സെയിം ആണ്, വാലൻസി ഫാക്ടറും സെയിം ആണ്. ആസ് എ റിസൾട്ട് എങ്ങനെ വന്നു? 0.01 V എന്ന് വന്നു. ഗ്രാം ഇക്വലൻ്റ് ഓഫ് ആരുടെയാണോ കൂടുതൽ അതേ മൈനസ് കുറഞ്ഞ ആൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് ഗ്രാം ഇക്വലൻ്റ് ഓഫ് OH മൈനസ് 0.1 V മൈനസ് ഇവിടെ 0.01 V ആണ്. 0.1 V മൈനസ് 0.01 V ആണ്. V ഞാൻ ഒന്നാക്കി എടുക്കുക. അപ്പോൾ 0.1 മൈനസ് 0.01 ആണ്. 0.1 മൈനസ് 0.01 എത്ര വരും? 0.09 എന്ന് വരും അല്ലേ? 0.09. അപ്പോൾ OHൻ്റെ കോൺസെൻട്രേഷൻ 0.09. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10 റൈസ് ടു -2 എന്ന് എഴുതിക്കൂടെ? 9 ഇൻറ്റു 10 റൈസ് ടു -2 H പ്ലസ് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? pH ആണ് കണ്ടുപിടിക്കണ്ടേ. പ്രത്യേകിച്ച് ടെമ്പറേച്ചർ ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ചിന്തിക്കാം അത് എന്താണ്? നമുക്ക് ചിന്തിക്കാം അത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. അല്ലെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ POH കണ്ടുപിടിച്ചൂടെ? POH ഈസ് ഈക്വൽ ടു, അത്രയും പോവണ്ട, KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. ഇവിടെ KW എന്ന് പറയുന്നത് 10 റൈസ് ടു -14 ആണ്. 10 റൈസ് ടു -14 ഈസ് ഈക്വൽ ടു H പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് 9 ഇൻറ്റു 10 റൈസ് ടു -2 ആണ്. H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 1/9 ഇൻറ്റു 10 റൈസ് ടു. അപ്പോൾ എങ്ങനെ വരും? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു 10 റൈസ് ടു -2 മുകളിൽ പോകുമ്പോൾ 10 റൈസ് ടു +2 ആകും. -14ഉം +2ഉം കൂടെ ചെയ്യുമ്പോൾ 10 റൈസ് ടു -12 എന്ന് വരും. H പ്ലസ് കോൺസെൻട്രേഷൻ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10 റൈസ് ടു -2 ഡിവൈഡഡ് ബൈ 9 ആണ്. -2 അല്ല, -12 ഡിവൈഡഡ് ബൈ 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 10 റൈസ് ടു -12 മൈനസ് ലോഗ് 9 എന്ന് വരത്തില്ലേ? ലോഗ് 9നെ 3യുടെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 3യുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് -12 ലോഗ് 10 എന്ന് വരും. -12 ലോഗ് 10 എന്ന് പറയുമ്പോൾ 12 ആണ്. മൈനസ് ഓഫ് മൈനസ് +12 ആവും. 12 2 ലോഗ് 3 എന്ന് വരും. അവിടെയും മൈനസ് ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 2 ലോഗ് 3 2 ഇൻറ്റു ലോഗ് 3യുടെ വാല്യൂ 0.4771 ആണ്. അപ്പോൾ 4.4771 ഇൻറ്റു 2 2 4 2 8 7 2 14 4 2 8 1 9 0.9482 എന്ന് വരും. അപ്പോൾ 12 പ്ലസ് 0.9482 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12.9 എന്ന് വരും. 12.9നെ നമുക്ക് എത്ര എഴുതാം?
13 എഴുതാം. അപ്പം നമുക്കറിയാം ഇവിടെ NaOHൻ്റെ കോൺസെൻട്രേഷനാണ് കൂടി നിൽക്കുന്നത്. ബേസിക് ക്യാരക്ടർ ആയിരിക്കും. ബേസിക് ക്യാരക്ടർ ആണെങ്കിൽ pHൻ്റെ വാല്യൂ എന്തായാലും 7നേക്കാൾ കൂടണം. ഇപ്പോൾ pHൻ്റെ വാല്യൂ 13 ആണ്. സോ റിസൾട്ടിങ് സൊല്യൂഷന് ഏത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടി നിൽക്കുന്നത് ആ നേച്ചറായിരിക്കും നമ്മുടെ റിസൾട്ടിങ് സൊല്യൂഷന്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ pH 13 ആണ്. pH 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക് ആണ്, 7നേക്കാൾ കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ 12.9 12.6 സംതിങ് ആണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതിൻ്റെ ആയിരിക്കും. ഓപ്ഷൻ ഇതാണ്, 12.6 ആണ്. ഇനി ഇതൊന്നും ഡിറൈവ് ചെയ്ത് വരാതെ, ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ആൻസർ കണ്ടെത്താം. കാരണം ആദ്യം പറഞ്ഞ് നോക്കുക, രണ്ടുപേരുടെയും വോളിയം സെയിം ആണ്. കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആണ്. ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടി നിൽക്കുന്നത് ആ നേച്ചർ ആയിരിക്കും നമ്മുടെ മിക്സ്ചറിന്. അപ്പോൾ ആരുടെ കോൺസെൻട്രേഷനാണ് കൂടി നിൽക്കുന്നത്? NaOHൻ്റെ കോൺസെൻട്രേഷനാണ് കൂടി നിൽക്കുന്നത്. NaOHൻ്റെ കോൺസെൻട്രേഷൻ കൂടി നിന്നാൽ ആ റിസൾട്ടിങ് സൊല്യൂഷന് ബേസിക് ക്യാരക്ടർ ആയിരിക്കും. ബേസിക് ക്യാരക്ടർ ആണെങ്കിൽ pHൻ്റെ വാല്യൂ 7നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ pHൻ്റെ വാല്യൂ 2 ആണ്, ഇവിടെ pH 7 ആണ്, ഇവിടെ pH 1.04 ആണ്. അപ്പോൾ pHൻ്റെ വാല്യൂ 7നേക്കാൾ കൂടുതലുള്ളത് ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്നും ഡിറൈവ് ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. At 100 degrees Celsius, the Kw of water is 55 times its value at 25 degrees Celsius. What will be the pH of neutral solution? Log 55ൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ഓക്കെ, at 100 degrees Celsius, Kw is equal to 55 into 25 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരുന്നോ അത്. KWൻ്റെ വാല്യൂ ഇപ്പോൾ നേരത്തെ എത്രയായിരുന്നു? 25 ഡിഗ്രി സെൽഷ്യസിൽ 10⁻⁻14 അല്ലേ? അപ്പോൾ ഇപ്പോൾ KWൻ്റെ വാല്യൂ 55 into 10⁻⁻14 ആണ്. വാട്ട് വിൽ ബി ദ pH ഓഫ് ന്യൂട്രൽ സൊല്യൂഷൻ? ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH എത്രയാ? pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് അല്ലേ? നമുക്കറിയാം pKw is equal to pH plus pOH ആണ്. അല്ലെങ്കിൽ KW is equal to concentration of H+ into concentration of OH minus ആണ്. concentration of H+ into concentration of OH minus ആണ്. നമുക്കറിയാം concentration of H+ഉം concentration of OH minusഉം ഈക്വൽ ആണ്. H+ൻ്റെ OH minusൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാ? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OHന് പകരം എന്തെന്ന് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് എഴുതാം. സോ KW is equal to കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു OH മൈനസിന് പകരം എന്തെന്ന് കൊടുക്കാം? H+ എന്ന് തന്നെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു KW അല്ലേ? KWൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ലേ? 55 into 10⁻⁻14 എന്ന്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് KW ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 55 into 10⁻⁻14 ആണ്. 10⁻⁻14 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 55 into 10⁻⁻7 എന്ന് വരത്തില്ലേ? റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോഴത്തേനും 10⁻⁻7 വരും. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? pH ആ കണ്ടുപിടിക്കണ്ടേ. pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? റൂട്ട് 55 അല്ലെങ്കിൽ 55⁻⁻² ഇൻറ്റു 10⁻⁻7 എന്നാണ്. ഓക്കെ, that is equal to minus of 1/2 log 55 minus 7 log 10 എന്ന് വരും. 7 log 10ൻ്റെ വാല്യൂ 1 ആണ്. log 55ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.74 എന്ന്. that is equal to minus of 1/2 into log 15 1.74 minus 7. that is equal to 0.87. 0.87 minus 7 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് 0.87 പ്ലസ് 7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.00 മൈനസ്
6.87. 10 7 പോയാൽ 3, 9 8 പോയാൽ 1, 6.13. പി എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടി? 6.13 എന്ന് കിട്ടി. ചെയ്ത മെത്തേഡ് മനസ്സിലായോ? KW നമുക്കറിയാം, KW വാട്ടറിൻ്റെ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള KW എന്ന് പറയുന്നത് 10⁻⁻14 ആണ്. ഇപ്പോഴത്തെ KW 100 ഡിഗ്രി സെൽഷ്യസിലുള്ള KW എന്ന് പറയുന്നത് അതിൻ്റെ 55 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള KW എന്ന് പറയുന്നത് 55 × 10⁻⁻14 ആണ്. സോ pH is equal to minus log concentration of H+. അല്ലെങ്കിൽ നമുക്കറിയാം KW എന്ന് പറയുന്നത് H+ × OH- ആണ്. H+ൻ്റെയും OH- കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്. ആസ് എ റിസൾട്ട് H+ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു KW. കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് √KW ആണ്. KWൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. √55 × 10⁻⁻14 റൂട്ട് എന്ന് പറയുമ്പോൾ 10⁻⁻7. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി, pH കണ്ടുപിടിച്ചു. എത്രയെന്ന് കിട്ടി? 6.13 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത നോക്കുക. pH ഓഫ് മിക്സ്ചർ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ് തരുന്നതെങ്കിൽ pH എങ്ങനെ കണ്ടുപിടിക്കും? എന്താ നോക്കിയേ മക്കളെ, pH കണ്ടുപിടിക്കണമെങ്കിൽ ആരുടെ കോൺസെൻട്രേഷൻ വേണം? H+ൻ്റെ കോൺസെൻട്രേഷൻ വേണം. ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസുമാണ് തരുന്നതെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. സ്ട്രോങ് ആസിഡാണ്, ബേസിക് ക്യാരക്ടർ കുറവാണ്. അപ്പോൾ അവിടുത്തെ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ സ്ട്രോങ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം, പ്രോബ്ലം ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. Find pH, H+, HCO-, OH- and alpha of solution containing 0.1 molar HCOOH and strong acid and weak acid ആണ് കേട്ടോ. വീക്ക് ബേസ് അല്ല, ഇവിടെ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. വീക്ക് ആസിഡ് ആണ്. ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും കൂടെ മിക്സ് ചെയ്താൽ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് H+ൻ്റെ കോൺസെൻട്രേഷൻ സ്ട്രോങ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. എന്താ നോക്കിയേ, ഒരു സൊല്യൂഷനകത്ത് 0.1 മോളാർ HCOOH ഉണ്ട്, 0.1 മോളാർ HNO3 ഉണ്ട്. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? pH കണ്ടുപിടിക്കണം. H+ കോൺസെൻട്രേഷൻ, HCO- കോൺസെൻട്രേഷൻ, OH- കോൺസെൻട്രേഷൻ. ആദ്യം നമുക്ക് നോക്കാം, ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും ആണേ. സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്ട്രോങ് ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 0.1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻1 ആണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി 10⁻⁻1 എന്ന്. എന്ത് കണ്ടുപിടിക്കണം? pH കണ്ടുപിടിക്കണം. pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻1 -1 ലോഗ് 10. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, 1 ലോഗ് 10. pHൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ H+ കോൺസെൻട്രേഷനായി, pHൻ്റെ കോൺസെൻട്രേഷനായി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? HCOO- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻1 എന്ന് കിട്ടി. KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- അല്ലേ? അങ്ങനെയാണെങ്കിൽ OH- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് KW ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+. KWൻ്റെ വാല്യൂ എത്രയാ? 10⁻⁻14 ആണ് KWൻ്റെ വാല്യൂ. അപ്പോൾ KW 10⁻⁻14 ഡിവൈഡഡ് ബൈ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10⁻⁻1. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻13 ആണ് ആരുടെ കോൺസെൻട്രേഷൻ? OH- കോൺസെൻട്രേഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? HCOOH. അത് വീക്ക് ആസിഡ് അല്ലേ? അത് നമ്മൾ ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ അനുസരിച്ച് തന്നെ ചെയ്യണം. ദാറ്റ് ഈസ് CH3COOH ഡിസോസിയേറ്റ് ചെയ്ത് CH3COO- H+ ആയിട്ട് മാറുന്നു.
അസിറ്റിക് ആസിഡ് അല്ലല്ലേ, HCOOH ആണല്ലേ. HCOOH ഡിസോസിയേറ്റ് ചെയ്ത് HCOO മൈനസും H+ഉം ആയിട്ട് മാറുന്നു. ഇനിഷ്യലി 0.1 മോളാർ കോൺസെൻട്രേഷൻ, ഇവിടെ 0, ഇവിടെ 0. നമുക്കറിയാം ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് KA/C ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് KA, KAയുടെ വാല്യൂ തന്നിട്ടുണ്ട്, റൂട്ട് ഓഫ് KA 10⁻⁻5 ഡിവൈഡഡ് ബൈ 10⁻⁻1. That is equal to root 10⁻⁻4. That is equal to 10⁻⁻2 ആണ് ആൽഫയുടെ വാല്യൂ. ദാ ഇവിടെ C- C ആൽഫയാണ്, ഇവിടെ കോൺസെൻട്രേഷൻ C ആൽഫയാണ്, ഇവിടുത്തെ കോൺസെൻട്രേഷനും C ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ HCOO മൈനസിൻ്റെ കോൺസെൻട്രേഷൻ C ആൽഫ നമുക്ക് കണ്ടുപിടിക്കണം. C ആൽഫ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HCOO മൈനസ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് HCOO മൈനസ് ആണ് C ആൽഫ. ആൽഫയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, കോൺസെൻട്രേഷനും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് HCOO മൈനസ് ഈസ് ഈക്വൽ ടു 0.1, ദാറ്റ് ഈസ് 10⁻⁻1 ഇൻറ്റു ആൽഫ 10⁻⁻2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻3 ആണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും കൂടെ തന്നു കഴിഞ്ഞാൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, pH കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അടുത്ത നമ്മുടെ വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, OH- കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് pH ഓഫ് മിക്സ്ചർ ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ബേസ്. ഒരു സ്ട്രോങ് ബേസും വീക്ക് ബേസും തന്നാൽ pH കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് pH ആദ്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ആദ്യം OH- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. അതും ഇതുപോലെ തന്നെയാണ്. OH- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ബേസ് ആരോ അതായിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ബേസ് ആണ് OH- കോൺസെൻട്രേഷൻ. OH- കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH-. That is equal to 10⁻⁻14 divided by concentration of OH- കിട്ടും. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? pH മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ച്, ഏത് ഇക്വേഷനാ? pH is equal to -log concentration of H+ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പത്തെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്യാം. H+ൻ്റെ ആദ്യം OH- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, pH കണ്ടുപിടിക്കുക. ഇപ്പോൾ ഏകദേശം pH-നെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ pH-ഉമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോട്ടിക് ആസിഡിൻ്റെ കേസിലുള്ള pH ആണ് നമുക്ക് പറയാനുള്ളത്. എല്ലാം കൂടെ ആകുമ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഇറങ്ങത്തില്ല, ദഹിക്കത്തില്ല എന്ന് കേട്ടിട്ടില്ലേ, അതേ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. ഇത്രയും മതി. ഓക്കെ.